ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അഭിവന്ദ്യ വൈദികരുടെയും പ്രതിനിധിയായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി റവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് മധുരപ്പള്ളിയെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മധുരപ്പള്ളി കുടുംബത്തിലെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, എല്ലാവർക്കും ആദ്യമായി തന്നെ സുവർണ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങൾ നേരുകയാണ്. ഞാൻ മധുരപ്പള്ളി കുടുംബാംഗമാണ്. കുടുംബത്തോടൊപ്പം തന്നെ ഈ ആശംസകൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്നതുകൊണ്ട് കുടുംബത്തോടൊപ്പം തന്നെ ഞാൻ ഈ ആശംസകൾ അർപ്പിക്കുകയാണ്. ഞാൻ 7 വർഷത്തോളമായി അസീസി വിദ്യാധികാര സേവനം അനുഷ്ഠിക്കുന്നു. അഡ്മിനിസ്ട്രേറ്ററായും ഇപ്പോൾ ഡയറക്ടറായും. ഇടവകയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ കാണുന്നത് പല മതക്കാരെ കാണും. പല തലത്തിൽ സേവനം ചെയ്യുന്നവരെ കാണും. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്, കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ സ്വഭാവ രൂപവൽക്കരണം സ്കൂളിൽ നടക്കാറില്ല. ഒരുപക്ഷെ ബുദ്ധിശക്തിയുടെ പഠിക്കുന്നുണ്ടായിരിക്കും, എന്നാൽ സ്വഭാവ രൂപവൽക്കരണം ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാതാപിതാക്കന്മാരാണ് പ്രഥമ അധ്യാപകരെന്ന്. നമ്മുടെ പ്രഥമാധ്യാപകരായ മാതാപിതാക്കന്മാർ നമുക്ക് നൽകിയ മാതൃകയാണ് ഇത് നമ്മളുടെ ഒരുമിച്ച് കൂടുവാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ അമ്മമാർ നൽകിയ, അമ്മിനെ പാലിനോടൊപ്പം നൽകിയ സ്നേഹവും വിശ്വാസവും, അതേപോലെ തന്നെ നമ്മുടെ അപ്പന്മാർ നൽകിയ ധാർമ്മികമായിട്ടുള്ള ശിക്ഷണവും നമുക്ക് കുടുംബ പാരമ്പര്യം മുറുകെ പിടിക്കുവാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബ യോഗത്തിൽ, ഈ സുവർണ ജൂബിലിയിൽ പങ്കെടുക്കുന്ന പലരും തന്നെ പറയുന്നത് ഇത് ഒരു വലിയ കുടുംബമാണ് എന്ന്. കാരണം പല ഇടവകയിലും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇതേപോലെയുള്ള വാർഷികങ്ങളിൽ പോയിട്ടുണ്ട്. ശുഷ്കമായിട്ട് നമ്മൾ കാണാറുള്ളൂ, ശുഷ്കമായിട്ടുള്ള സാന്നിധ്യമേ കാണാറുള്ളൂ. എന്നാൽ ഇവിടെ അതല്ല, നമ്മൾ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ സന്നിഹിതരാണ്. നമ്മുടെ കുടുംബ സംഗമത്തിന്റെ തന്നെ ഉദ്ദേശം ക്രിസ്തുവസാൻ പറഞ്ഞതുപോലെ സേവനത്തിന്റെ, സ്നേഹത്തിന്റെ, നേതൃത്വത്തിന്റെ പാതയിലൂടെ പോവുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജോർജ് അടക്കച്ചനെ ഓർക്കുന്നുണ്ടായിരിക്കും. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ വികാരിയായിരുന്നത്. അച്ഛൻ ഒരു എഴുത്തുകാരനാണ്. അച്ഛനിപ്പോൾ വിശ്രമ ജീവിതം നയിച്ച് ആവില ഭവനിലൂടെ ഏകദേശം 10-20 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അച്ഛൻ താമാശ രൂപേണ പറയുന്ന ഒരു കാര്യമുണ്ട്. 6 വർഷത്തിലേറെ ഞാൻ സെന്റ് ജെയിംസ് ഇടവകയിൽ സേവനം അനുഷ്ഠിച്ചു. എന്നാൽ എൻ്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാന കുടുംബക്കാരായ മാതിരപ്പിള്ളിയിൽ നിന്നും അതേപോലെ തന്നെ വാര്യത്തിൽ നിന്നും ഞാൻ ഓരോരുത്തരെ കൈക്കാരന്മാരായിട്ടെടുത്തു. അതോടുകൂടി ഇടവക നന്നായിട്ട് നയിക്കുവാനായിട്ട് സാധിച്ചു. വേറൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കാരണം അംഗബലം കൊണ്ട് നമ്മൾക്ക് വലിയ കുടുംബങ്ങളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും വിചാരിക്കുന്നത് ഈ അംഗബലം ഉള്ളത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനാണ് എന്നാണ്. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് പകർന്നു കിട്ടിയ മൂല്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക, അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് കൈമാറിയ ആ മൂല്യങ്ങൾ വരുന്ന തലമുറയിൽ കൈമാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കറിയാം, പാരമ്പര്യം ഏറെ അംഗീകരിക്കുന്ന ഒന്നാണ്. ക്രിസ്മസിന് മുമ്പ് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട് യേശുനാഥന്റെ വംശാവലിയെ കുറിച്ച്. എന്തിനാണ് നീണ്ട വംശാവലി വരുന്നത്? യേശുനാഥൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്ന് കാണിക്കുന്നതാണ്. മാത്രമല്ല, ഞാൻ എൻ്റെ ഉപരിപഠനം നടത്തിയിട്ടുള്ളത് ധാർമ്മിക ശാസ്ത്രത്തിലാണ്. സഭയുടെ മൂല്യങ്ങൾ തന്നെ വിലയിരുത്തുന്നത് ബൈബിൾ പാരമ്പര്യം
പാരമ്പര്യം, പ്രകൃതി നിയമം, ഈ 3 കാര്യങ്ങളിലാണ്. അപ്പോൾ പാരമ്പര്യത്തിന് വലിയൊരു വിലയുണ്ട്. അത് നമ്മുടെ ധാർമ്മികതയെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ നമ്മുടെ പാരമ്പര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട്, വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. അത് വാക്കുകളെക്കാൾ ഉപരിയായിട്ട് പ്രവൃത്തികളിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. ഞാനിവിടെ വളർന്നു വന്നിട്ടുള്ളതാണ്. എനിക്കറിയാം, ജോസഫ് സ്ഥാനൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കടന്നുപോയിട്ടുള്ള ഒത്തിരി അപ്പൂപ്പന്മാരെയും അറിയാം. അവരെല്ലാം നേതൃത്വം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ കുടുംബ സംഘടന തീർച്ചയായും ഇത്രയും വളർന്നിട്ടുള്ളത്. നമുക്കും അടുത്ത തലമുറയ്ക്ക് നമുക്ക് ലഭിച്ച മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സുവർണ്ണ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. നന്ദി. Thank you, Father.